അവിടെ എന്തൊരു ചെറിയൊരു തുളയുണ്ട്, ഒന്ന് നോക്കണം. എന്ത് നമ്മുടെ ഡ്രസ്സിന്റെ ബാക്കിൽ ഒരു ചെറിയ തുളയുണ്ട്, അത് കണ്ടുപിടിക്കണം ആരുടെ ഡ്രസ്സിലാണ്. ബാക്കിൽ പോയി ഒന്നല്ല 5 എണ്ണം കണ്ടു ഞാൻ. അണ്ണൻ ഇത്രയും വലിയ കണി എനിക്ക് കിട്ടത്തില്ല അണ്ണ. അയ്യേ മയിലുമാരെ, നീയൊക്കെ ഒരു നല്ല ഉടുപ്പും പാൻറ് ഇട്ടോണ്ട് വേണം അവിടെ അവരെ കാണാൻ പോകണ്ടേടാ. ഇന്നാ 400 അവനെ ഇനിയും പറ വലിച്ചു കീറട്ടെ ഞാൻ അവനെ. ഗെയിമിംഗ് താങ്ക് യു സോ മച്ച് 400. അണ്ണാ ഇഷ്ടപ്പെട്ട ഫീൽഡിൽ വർക്ക് ചെയ്തിട്ട് ഫസ്റ്റ് സാലറി നാളെ കിട്ടുക, എന്തെങ്കിലും അഡ്വൈസ് തരുമോ ഹാഷിം ബ്രോ? അതൊരു വല്ലാത്ത സന്തോഷമാണ്. ഓൾ ദ വെരി ബെസ്റ്റ്. അതാ പൈസ വാങ്ങിച്ചിട്ട് വേണ്ടപ്പെട്ട ആൾക്കാർക്ക് ഒരു ഫുഡ് എങ്കിൽ ഫുഡ്, ഒരു മുട്ട എങ്കിൽ മുട്ട, അത് മേടിച്ചു കൊടുക്കുമ്പോൾ നമുക്കൊരു സന്തോഷം വരും. ഓൾ ദ വെരി ബെസ്റ്റ്. ദിവാകര നാളെ കക്കൂസ് ക്ലീനിങ് കൊണ്ട് വരണേന്ന്. തീട്ടൊക്കെ വന്നപ്പോ തൊട്ട് തീട്ടം തീട്ടം തീട്ടം. ഇപ്പൊ 5 ചന്തിയും കണ്ട്. ഇത് തന്നെ എന്റെ ഗതികേട്. എന്റെ ഒരു കാര്യം മര്യാദക്ക് ചെയ്യാൻ പറ്റത്തില്ല. നിന്നെ ഞാനിനി എല്ലാത്തിനും ഞാൻ നിനക്കിനി വെയിറ്റ് ഇവിടെ കുമ്പിട്ട് നിൽക്കാം. നീ ഡ്രസ്സ് മാറുന്നതും നീ എല്ലാം ചെയ്യുന്നത് ഞാൻ ഇനി കുമ്പിട്ട് ഇവിടെ നിൽക്കാം. ഈ ഡ്രസ്സൊക്കെ ഞാൻ ഇട്ടോന്ന് ആലോചിച്ചോണ്ണ, ഞാൻ എന്നെ കാണാൻ എങ്ങനെ ഇരിക്കുന്നു. എടാ കണ്ണാപ്പി, ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്നെ കൊണ്ടുപോകാൻ ഞാൻ തീരുമാനിച്ചില്ലേ, അത് തന്നെ വലിയ കാര്യം. അപ്പൊ പിന്നെ നീ ഡ്രസ് ഇടുന്ന കാര്യമാണോ? എടാ നിന്നെ ടിവിയിൽ എടുത്തില്ലേടാ, അതിങ്ങനെ അത്രയും വലിയ വൃത്തിയിടുണ്ടോ വേറെ അതിൽ കൂടുതൽ ഞങ്ങൾക്ക് ഉണ്ടോ? അപ്പൊ ഈ വൃത്തിയിടൊന്നും നീ നോക്കണ്ട, നീ ചെയ്. നീ അത് പോയി ഡ്രസ് മാറ്റിടുക. ഇത് ഇതിടാൻ പറ്റത്തില്ല, ഇതിടാൻ പറ്റത്തില്ല. എന്താ സത്യം കണ്ണാ ഇവിടെ നിന്ന് തുടക്കം പോലും അടിയുടെ. ഇന്നലത്തെ തത്സമയത്ത് വന്നതാണേ, ഇന്നലത്തെ RP ആയിട്ട് അതിനകത്തൊരു കമന്റ് വന്നതാണ് കേട്ടാ. ഇത് കണ്ടിട്ട് നേരെ പോയ റൂൾസ് വീഡിയോ ഒന്ന് കാണണമെന്ന്. സത്യല്ലേ ജാതിയൊക്കെ. അണ്ണാ കുട്ടനാട്ടിൽ ഒരു ഹൗസ് ബോട്ട് കൊടുക്കാൻ താല്പര്യമുണ്ടോ? ഷെഹിൻ മുന്ന. ഞാൻ ഒരു കാര്യം പറയട്ടെ എന്റെ ഷെഹിൻ മുന്ന ബ്രോ, റോഡിൽ കൂടെ ഓടുന്ന എല്ലാ സാധനങ്ങളും ഞാനിപ്പോ മേടിച്ച് ഇപ്പൊ ബസ് മേടിക്കണം. ഇനി ഈ സൂപ്പർ ചാറ്റൊന്നും ദയവ് ചെയ്ത് വിനീതിനെ കാണിക്കരുത്. മിസ്റ്റർ എക്സിനെ കാണാൻ പോകുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഓരോ ഡിഫൻഡർ എടുത്തു തരുമോ? ഓരോ ഡിഫൻഡർ. അണ്ണ ഇന്നത്തെ സർപ്രൈസ് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ണന്റെ ഏതോ സോങ് സീനിന്റെ ഷൂട്ടിംഗ് അല്ലേ, ഞങ്ങള് ബാക്ക്ഗ്രൗണ്ടിൽ കളിക്കണം. ഇല്ല ഞാൻ എത്തിട്ടുള്ള നിങ്ങൾ എത്തിട്ടാ മതി. ബോട്ട് ഞാൻ വാങ്ങിക്കോളാം, വേഗം ദുബായിലേക്ക് അയച്ചതാണോ? വാലന്റൈൻസ് ഡേക്കുള്ള പാർട്ടിയാണ്. ഹലോ, ഇത് സേവ് ചെയ്യണേ, എന്നിട്ട് നമ്മള് ഇതിട്ട് നോക്കും. ഞാൻ ഇതിട്ടോളാം. നമുക്ക് എനിക്ക് കുറച്ച് പഴയ മെമ്മറീസ് ആയ വറക്കാൻ വേണ്ടിട്ടാ. അണ്ണാ വള്ളിപ്പാന്റ് അണ്ടിപ്പാന്റ് പോടാ അവിടുന്ന്. എടാ ഡിഫൻഡർ എടുക്കാം, നമുക്ക് ഡിഫൻഡറിൽ പോവാ. മാർക്കോ ടീമിൽ അങ്ങ് പോവാ. വാ വേണ്ട അത് നമുക്കൊന്നും ബോധമില്ല. ആനന്ദ് എടാ എങ്ങനെ ബോധം വരും? നിന്നെ പോലത്തെ തുണി പൊക്കാൻ വരുവോ അത് പൊക്കാൻ വരുവോ എന്ന് പറയുന്നവന്മാരാണ് നമ്മുടെ ചാറ്റിൽ സൂപ്പർ ചാറ്റ് ആയിട്ട് വരുന്നത്. നിന്നെയൊക്കെ കണ്ടല്ലേ പഠിക്കുന്നത്. ടൈഗർ സെറ്റപ്പ് അല്ല. അതൊന്നും വേണ്ട ചേട്ടാ. ഒരു ലാപ്ടോപ്പ് സെല്ലിംഗ് ഇൻസ്റ്റ നോക്കാമോ അർജുൻ? നമ്മുടെ ലൈവ് ത്രൂ ഒന്നും വിൽക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല ബ്രോ. ഇതൊക്കെ വിറ്റ് കഴിഞ്ഞിട്ട് നാളെ നീയൊക്കെ നിന്റെ വഴിക്ക് പോകും. ഇതിന്റെ ബാറ്ററി അടിച്ചു പോയാലോ അണ്ടി അടിച്ചു പോയാൽ നാളെ പറയും ഈഗിൾ ഗെയിമിങ്ങിന്റെ വഴി മേടിച്ചതാണ്, അവൻ മുടിഞ്ഞു പോത്തേ ഉള്ളൂ എന്ന് പറഞ്ഞ് എന്റെ തലയ്ക്ക് വരും. മനസ്സിലായോ?
ഇല്ല ഞാൻ ഇവിടെ ഉണ്ട്. പൊട്ടിന്റെ കൂടെ കുറവുണ്ട് അങ്ങനെയാണെങ്കിൽ കണ്ണ് കിട്ടണം ഓ കാത്തുള്ള ബാബ അതല്ലേ അണ്ണാ ഈ മിസ്റ്റർ നമ്മളെ കളിയാക്കി നമുക്ക് തിരിച്ചു കളിയാക്കാൻ പറ്റുമോ? കണ്ണാപ്പി അണ്ണാ നമ്മളൊരു നല്ല കാര്യത്തിനല്ല വന്നത്. കണ്ണാപ്പി ഞാനൊരു സിമ്പിൾ കാര്യം പറയാം. അപ്പ എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. എനിക്ക് ഇവൻ ഇവിടെ എന്തെങ്കിലും ഒരു മൂഞ്ചിത്തരം ഒപ്പിച്ചു വെച്ചാൽ ഇവന്റെ വൈറ്റ് ലിസ്റ്റ് റിവോക്ക് ചെയ്ത് കളയണം. ഞാൻ അതേ പറയത്തുള്ളൂ. അത് എനിക്ക് വേണ്ടി ചെയ്തു തരണം. അത് ഉടനെ ചെയ്യേണ്ടി വരും. ഇവൻ നീ ഇവിടെ കളിക്കാതിരിക്കുന്നത് നല്ലത്. നീ ഇവിടെ കളിക്കണ്ട. ഇനിയും പറയും അണ്ണന്റെ കണ്ണൻ പോടാ. വണ്ടി പറഞ്ഞിട്ടുണ്ട് ഓക്കെ വെപ്പതാടി മാറ്റിയാൽ നല്ല ലുക്കായിരിക്കും അണ്ണനെ കാണാനെന്ന് അരുൺ കൃഷ്ണ. ഇവിടെ കിടപ്പുണ്ട്. വെപ്പതാടി ഒന്നും അല്ലടാ പോടാ. നല്ല ഒന്നാന്തരം താടി എന്റെ വെപ്പതാടി. എനിക്ക് മാസ്ക് ഉണ്ടാക്കാനായിരുന്നു. മാസ്കോ ഏത് മാസ്കോ? ബ്ലാക്ക് സ്യൂട്ട് ഏടാ വേണ്ട ഇത് എനിക്ക് ഇന്ന് ഇടണം ഗൈസ്. അതുകൊണ്ടാ എനിക്ക് ഇന്ന് ഇത് ഇടണം. അതുകൊണ്ടാ വേറെ ഒന്നും കൊണ്ടല്ല. എനിക്ക് ഡ്രസ്സ് മാറാൻ നിങ്ങളോട് ഈ പറയുന്ന സമയം മതി അങ്ങോട്ട് പോയി മാറാൻ. ഈ ഡ്രസ്സ് എനിക്ക് ഇടണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാ പ്ലീസ് ഓ എങ്ങനെയും എന്തെങ്കിലും അവന് കൊടുത്തങ്ങ് ഒഴിവാക്കി വിട്ടാ മതി. എന്തെങ്കിലും ചെയ്തോളും. അതെ എന്തിലും എൻഗേജ് ആയിരുന്നില്ലെങ്കിലേ ഭയങ്കര പ്രശ്നമാണ്. ആരുടെയും നെഞ്ചത്തായിരിക്കും കേട്ടോ. ഇപ്പൊ ആ വണ്ടി കൊണ്ടെടുത്ത് അഡ്മിന്റെ തലയിൽ കയറാൻ പോയതാണ്. വണ്ടി എടുക്കാൻ പോയത് എവിടെ പോയടാ കണ്ണാപ്പി? ഡ്രസ് മാറാനോ? അല്ല ഡ്രസ് മാറാനല്ല, ബാർബർ ഷോപ്പി. എന്തിന്? ഓ അണ്ണാ മറ്റേ ഇത് മേക്കപ്പ്. ഞങ്ങൾ വണ്ടി എടുത്ത് പോകും. നിന്നെ വെയിറ്റ് ചെയ്തിരിക്കാൻ എനിക്ക് വയ്യ. മനസ്സിലായല്ലോ? ഞങ്ങൾ ഇപ്പൊ വരണം. അതെ തൊട്ടപ്പുറം മാറിക്കൊണ്ടിരിക്കുക. ഇപ്പൊ വരും. അത് വില്ലംപുറക്ക് ഫീ എവിടാണോ നാടി അവിടാണോ നാടി? കണ്ടില്ലേ? നീ എഴുന്നേറ്റ് എന്നാ പിന്നെ ഞാൻ ചോദിക്കാം. എഴുന്നേറ്റ് നിന്നാലാ? വസവനെ ഫോൺ എടുക്കുവോ? എടുത്ത് ഫോണിന്റെ അകത്ത് സിം എന്നും പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ടാവും. കണ്ടോ? അതൊന്ന് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാവോ? ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് അതിന്റെ ഏറ്റവും ടോപ്പില് മറ്റേ ഒരു നമ്പർ കാണിക്കുന്നുണ്ടോ? അത് ക്ലിക്ക് ചെയ്യുമ്പോ ഡൗൺ ആരോയില് വാസുവിന്റെ പുതിയ നമ്പർ കാണിക്കും. 2 നമ്പറിൽ വിളിക്കാൻ പറ്റും. അതെ 2 നമ്പർ യൂസ് ചെയ്യാൻ പറ്റും വാസുവിന്. അപ്പോഴത്തേക്ക് രണ്ടാമത്തെ സെലക്ട് ചെയ്താൽ മറ്റേ നമ്പർ ആവും. പിന്നെ വേറൊരു കാര്യമുണ്ട്. അതിന്റെ താഴെ ഒരു റീചാർജ് പ്ലാൻ ഉണ്ട്. ചെയ്യണം. റീചാർജ് ചെയ്യണല്ലേ? റീചാർജ് ചെയ്യണം. 1000 മിനിറ്റ് 1000 SMS ഡേറ്റ 1000. അതെ ആ ഡേറ്റ തീർന്നു കഴിഞ്ഞാൽ മറ്റേ ഇന്റർനെറ്റ് കോളിങ് ലൈവ് ഇടാനൊന്നും പറ്റത്തില്ല. ഈ ഫോണിന്റെ ബാലൻസ് തീർന്നു കഴിഞ്ഞാൽ പിന്നെ കോള് പോകുന്നില്ല കേട്ടോ. മക്കളത് പറയരുത്. ഫോണിന്റെ ബാലൻസ് തീർന്ന കോള് പോകില്ല. കോള് പോകുന്നില്ല. എല്ലാരും ബ്ലാക്ക് ഇട്ടോ? സെറ്റ് ഇതാണ് സെറ്റ് കേട്ടോ. ഇത് കൊള്ളാം.